കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസിഷൻ പ്രോബബിലിറ്റിക്കുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ട്രാൻസിഷൻ പ്രോബബിലിറ്റി അതിൻ്റെ തന്നെ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ടേം എന്താന്നുള്ളതാണ് ഇപ്പം നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത്. ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഫസ്റ്റ് ഓർഡർ കറക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു സ്കലർ പ്രോഡക്റ്റ് psi f psi I ക്ക് എക്സ്പ്രഷൻ ചെയ്ത് വരും. അപ്പൊ അതിൽ നമുക്ക് ട്രാൻസിഷൻ പ്രോബബിലിറ്റി, ട്രാൻസിഷൻ പ്രോബബിലിറ്റി ആണ് ഈ W. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ ഇതുപോലെ ആയിരിക്കും: 1/IH ക്രോസ് 1/H ക്രോസ് സ്ക്വയർ മോഡുലസ് ഇന്റഗ്രൽ 0 പെർട്ടർബേഷൻ VFI T dash then e to the power of I omega FI T dash dot T dash then a modulus in the square. Okay, so this is the basic equation for the first order time dependent perturbation theory. Then second order വേണമെങ്കിൽ this is okay. ഇനി നമ്മൾ let us calculate ഇത് ഈ ഒന്ന് രണ്ട് സ്പെഷ്യൽ കേസുകൾ നമ്മൾ ഇതിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. വിത്ത് ദിസ് ഫസ്റ്റ് ഓർഡർ പെർട്ടർബേഷൻ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസിഷൻ പ്രോബബിലിറ്റിക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം അതിൽ നിന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടും കേട്ടോ. വളരെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഒരു നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക് പോവോ പോവില്ലേ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു മെഷറാണ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി. ഓക്കെ, നമ്മളൊരു സിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെർട്ടർബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സംഗതികൾ ആക്ട് ചെയ്യുമ്പോൾ സിസ്റ്റം അത് അനുസരിക്കോ ഇല്ലേ, പെർട്ടർബേഷൻ്റെ ഇഫക്റ്റ് അതിനുണ്ടാവുമോ, അതനുസരിച്ച് സിസ്റ്റം വേറൊരു സ്റ്റേറ്റിലേക്ക് പോവോ പോവില്ലേ എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഡിസ്കവറി, മെയിനായിട്ടുള്ള ഇൻവെൻഷൻ. അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. വൺ ഈസ് കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ ആൻഡ് അനദർ ഈസ് ഹാർമോണിക് പെർട്ടർബേഷൻ. ഓക്കെ, അപ്പോൾ രണ്ട് സംഗതികളാണ് കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ ആൻഡ് ഹാർമോണിക് പെർട്ടർബേഷൻ. രണ്ട് കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതോടുകൂടി ഈ ചാപ്റ്റർ കഴിയും. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് രണ്ട് പേർക്ക് സെമിനാർ ടോപ്പിക്സ് തരാം, ശ്രദ്ധിക്കുക. അപ്പം ഇപ്പോൾ ഓൾറെഡി 3 പേർക്ക് സെമിനാർ തന്നിട്ടുണ്ട്. ഇനി 2 പേർക്ക് ഞാനിപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് തരാം. സോ വൺ ഈസ് തിയറി പാർട്ട് ഞാൻ പറയാം, അപ്പം അതിൻ്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ സെമിനാറായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, സോ വൺ ഈസ് കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ. കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഈ ഇതുപോലെയുള്ള സംഭവമാണ്. ഈ പടം കണ്ടില്ലേ, അതായത് കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി കോൺസ്റ്റന്റ് അല്ല, ഒരു ടൈം ഇന്റർവെല്ലിൽ കോൺസ്റ്റന്റ്, ദെൻ അത് പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. മനസ്സിലായില്ലേ? ഇവിടം തൊട്ട് ഇവിടം വരെ സിസ്റ്റം കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ ആണ്, പിന്നെ അത് പെട്ടെന്ന് അത് 0 ആയി അല്ലെങ്കിൽ വേറൊരു വാല്യൂയിലേക്ക് പോയി. അപ്പൊ അതുപോലെയുള്ള ചില പൊട്ടൻഷ്യൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ സ്കാറ്ററിങ് നിങ്ങൾ ചാപ്റ്ററിൽ സ്കാറ്ററിങ് ചാപ്റ്റർ അത് നിങ്ങൾക്ക് സെമിനാറായിട്ട് തന്നിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ ബോൺ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ആ സ്കാറ്ററിങ് പ്രോബ്ലത്തിൽ നമുക്ക് ഈ കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ്റെ ഐഡിയ നമുക്ക് അപ്ലൈ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പടം വരയ്ക്കണം, പടം വരച്ച് കാണിച്ചു തരാം. ഞാൻ മുമ്പ് പറഞ്ഞതാണത്. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു ടാർഗറ്റ് ന്യൂക്ലിയസ് ഇവിടെ ഉണ്ട്. എന്നിട്ട് നമ്മളൊരു ഇൻസിഡന്റ് ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വരുന്നു, ഒരു പർട്ടിക്കുലർ എനർജി ഉള്ള ആൽഫ പാർട്ടിക്കിൾ വരുന്നു. അപ്പോൾ അതൊരു സ്കാറ്ററിങ് പ്രോബ്ലമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ എല്ലാ പ്രോബ്ലത്തിനെയും നമുക്ക് ഐദർ ബൗണ്ടഡ് വാല്യൂ പ്രോബ്ലം ആയിട്ടോ സ്കാറ്ററിങ് പ്രോബ്ലം ആയിട്ടോ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സ്കാറ്ററിങ് പ്രോബ്ലത്തിൽ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ഇൻസിഡന്റ് പാർട്ടിക്കിളിന്റെ എനർജി അറിയാം,
ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ സ്കാറ്റേർഡ് പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ സ്കാറ്ററിംഗ് പ്രോബ്ലത്തിൽ ചെയ്യുക. സ്കാറ്ററിംഗ് നടന്നതിന് ശേഷം, ഒരു കൊളീഷൻ നടന്നതിന് ശേഷം എന്തൊക്കെയായിരിക്കും അതിന്റെ റിസൾട്ടുകൾ എന്ന് നമ്മൾ കണ്ടുപിടിക്കാം. അതാണ് സ്കാറ്ററിംഗ് പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഇത് ഈ നമ്മുടെ ഈ ആൽഫ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലെ സ്കാറ്ററിംഗ് ബൈ ആൽഫ പാർട്ടിക്കിൾസ്, അത് നമുക്ക് ഇതുപോലെ കൺസിഡർ ചെയ്യാം. അതായത് നമ്മൾ ഈ ടാർഗറ്റിന്റെ ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കാം. ടാർഗറ്റിന്റെ ചുറ്റും ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിൾ എത്തണ വരെ നമുക്ക് ഇൻസിഡന്റ് പാർട്ടിക്കിളും ഈ ടാർഗറ്റും തമ്മിൽ സീറോ ഇന്ററാക്ഷൻ എന്നും, പിന്നെ ഈ സ്കാറ്ററിംഗ് ആ സർക്കിളിൽ എൻ്റർ ചെയ്യുന്നതോട് കൂടിയിട്ട് സ്കാറ്ററിംഗ് തുടങ്ങി, അങ്ങനെ ഇന്ററാക്ഷൻ തുടങ്ങി. അങ്ങനെ ആ സർക്കിൾ തുടങ്ങി ആ സർക്കിൾ വിട്ടു പോണ വരെ വേറൊരു ഡയറക്ഷനിൽ ഇൻസിഡന്റ് പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്ത് പോകും. അപ്പൊ അത് ഈ സർക്കിളിൽ നിന്ന് വിട്ടു പോകുമ്പോൾ നമുക്ക് വീണ്ടും പെർട്ടർബേഷൻ സീറോ ആയി എന്ന് നമുക്ക് വിചാരിക്കാം. ഇന്ററാക്ഷൻ സീറോ ആയി എന്ന് വിചാരിക്കാം. അപ്പൊ ആ സർക്കിളിന്റെ ഉള്ളിൽ മാത്രം ഒരു കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ ആക്ട് ചെയ്ത പോലെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. മനസ്സിലായി എന്ന് വിചാരിക്കണം. അതാണ് എക്സാമ്പിൾ, അത് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ സെമിനാർ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ തിയറി പാർട്ട് ഞാൻ പറയാം. അപ്പൊ നമ്മൾ ഈ എക്സ്പ്രഷനിൽ നമ്മൾ ഈ കൺസിഡർ എ കേസ് ഇൻ വിച്ച് പെർട്ടർബേഷൻ വി ഓഫ് ടി ഹാസ് നോ എക്സ്പ്ലിസിറ്റ് ഡിപ്പെൻഡൻസ് ഓൺ ടൈം. നമ്മൾ നേരത്തെ കാണിച്ച ഫിഗറിലെ പോലെ ടൈം ഡിപ്പെൻഡൻസ് ഉണ്ട്, പക്ഷെ എക്സ്പ്ലിസിറ്റ് അല്ല. ഓരോ ഇൻസ്റ്റന്റിലും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കുറച്ച് സമയം അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. ഓക്കെ, ദാറ്റ് ഈസ് പെർട്ടർബേഷൻ ഈസ് switched on at t equal to 0 and switched off at time t equal to t. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആണത്. അതായത് നമ്മൾ ഇൻഫിനിറ്റി തുടങ്ങി പെർട്ടർബേഷൻ ഒന്നുമില്ല, ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തണ വരെ പെർട്ടർബേഷൻ സീറോ ആണ്. അവിടെ തുടങ്ങി വേറൊരു ടൈം ഇൻസ്റ്റന്റ് വരെ കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ ആക്ട് ചെയ്യുന്ന പോലെ വിചാരിക്കാം. ആക്ച്വലി അത് കോൺസ്റ്റന്റ് അല്ല, ഒരു ആറ്റത്തിന്റെ ഒരു കർവേച്ചർ പോലെയാണ് വരിക ഈ സർക്കിളിന്റെ ഉള്ളിൽ. പക്ഷെ എന്നാലും നമുക്ക് അതൊരു ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ പോലെ, ഒരേ ഡിസ്റ്റൻസ് ഒന്നും അല്ല എങ്കിലും ടാർഗറ്റ് ചെയ്യുന്ന എപ്പോഴും ഒരേ ഡിസ്റ്റൻസ് ഒന്നും അല്ല, എന്നാലും നമുക്കതൊരു അപ്രോക്സിമേഷൻ പോലെ നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ഒക്കെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും എക്സാക്ട്ലി സോൾവബിൾ അല്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു റിസൾട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടാന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ആ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ഡ്രോ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സേഫ് ആയിട്ടുള്ള അപ്രോക്സിമേഷൻസ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കൊളീഷൻ എക്സ്പെരിമെന്റിൽ ഇൻസിഡന്റ് പാർട്ടിക്കിൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല പോവുക, ഒരു കർവ്ഡ് പാത്തിലായിരിക്കും പോവുക. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ നമ്മൾ കോൺസ്റ്റന്റ് പോലെ വിചാരിക്കുക. ഓൾമോസ്റ്റ് വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത പോലെ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ പോലെ നമുക്ക് വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വി ഓഫ് ടീനെ നമുക്ക് ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുക്കാം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ അതേ ഇക്വേഷൻ തന്നെ ഇവിടെ എഴുതി, വി എഫ് ഐ ഇവിടെ എഴുതി, സെയിം ഇക്വേഷൻ. അതിൽ നമ്മൾ ഈ വി എഫ് ഐനെ നമ്മൾ പുറത്തേക്ക് എടുത്തു, ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുത്തു. അപ്പൊ പുറത്ത് എന്തായി, മോഡുലസ് വി എഫ് ഐ സ്ക്വയർ ആയി. ഓക്കെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇന്റഗ്രൽ 0 to t. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല, നമുക്കറിയാം. സോ അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് തന്നെ കിട്ടുക അല്ലേ. അതിന്റെ കൂടെ e to the power of i omega t എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് കിട്ടും, അല്ല i omega എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ i omega എന്ന് കിട്ടും. അപ്പൊ i omegയുടെ സ്ക്വയർ എടുക്കുമ്പോൾ i സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ വരും. പക്ഷെ മോഡുലസിന്റെ ഉള്ളിലാണ് അത്, മോഡുലസിന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒമേഗ സ്ക്വയർ വരും. അതപ്പോ ഇതിന്റെ കൂടെ ഇട്ടിട്ടുണ്ട്, ഇവിടെ ഇട്ടിട്ടുണ്ട് ഒമേഗ സ്ക്വയർ. ഓക്കെ, നൗ അപ്ലൈ ലിമിറ്റ്സ് ബിറ്റ്വീൻ 0 to t. ഓക്കെ, അപ്പൊ ആദ്യം ടി ഡാഷിന് ടി കൊടുക്കുക, പിന്നെ 0 കൊടുക്കുമ്പോൾ 1 കിട്ടും. e to the power of 0 is 1. അപ്പൊ നമുക്ക് അത് ഇങ്ങനെ കിട്ടും. ദെൻ മോഡുലസ് സ്ക്വയർ, അതിന്റെ മോഡുലസ് സ്ക്വയർ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, e to the power of i തീറ്റനെ നമുക്ക് cos തീറ്റ പ്ലസ് i sin തീറ്റ എന്ന് പറഞ്ഞ് എഴുതാം. cos തീറ്റ ഇത് cos തീറ്റ പ്ലസ് i sin തീറ്റ എന്ന് എഴുതാം.
ഒരു -1 കൂടി ഉണ്ട് അവിടെ. ബാക്കി വ്യത്യാസമൊന്നുമില്ല. സോ ദിസ് ഈസ് ഇതിനെ ഈ -1നെ കോസിന്റെ കൂടെ ഇടുക. cos തീറ്റ -1 പ്ലസ് ഐ സൈൻ തീറ്റ മോഡുലസ് സ്ക്വയർ എന്നാക്കുക. തീറ്റ എന്ന് പറയുന്നത് ഒമേഗ ടി, ഒമേഗ എഫ് ഐ ഇൻറ്റു ടി. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? അപ്പോൾ ഈ എക്സ്പ്രഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. മുമ്പ് എഴുതിയ ഈ സംഗതിനെ നമുക്ക് റൂട്ട് ഓഫ് ഈ ഇതിന്റെ മോഡുലസ്, അതായത് ഈ എഴുതിയിരിക്കുന്നത് ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണല്ലോ. കോംപ്ലക്സ് എ പ്ലസ് ഐ ബി എന്നുള്ള അല്ലെങ്കിൽ സി പ്ലസ് ഐ ഡി എന്നുള്ളൊരു കോംപ്ലക്സ് നമ്പർ ആണത്. അതിന്റെ മോഡുലസ് എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് ഇതാണ് ഈ റിയൽ പാർട്ട്, ഇത് റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ട്. അപ്പോൾ മോഡുലസിന്റെ നമ്മളെങ്ങനെ മോഡുലസ് എങ്ങനെ എടുക്കുക? കോംപ്ലക്സ് നമ്പറിന്റെ അതിന്റെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മോഡുലസ് കിട്ടും. ഓക്കെ, അപ്പോൾ മോഡുലസ് കളഞ്ഞു, നമ്മൾ അതിന്റെ മോഡുലസ് എടുത്തു, മോഡുലസ് സിമ്പിൾ കളഞ്ഞു, ഇങ്ങനെ എഴുതി റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ ഈ പോയി. ദെൻ ഹോൾ സ്ക്വയർ അവിടെ ഓൾറെഡി ഉള്ളതാണ്, ഈ സ്ക്വയർ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ സ്ക്വയറും ഈ റൂട്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി എന്ത് വരും? ബാക്കി ഇത്തരം വരും. cos ഒമേഗ എഫ് ഐ ടി -1 ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ ഒമേഗ എഫ് ഐ ടി ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സിമ്പിൾ അല്ലേ? അത്ര ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇനി അതിനെ നമ്മൾ ഈ കോസ് ഇതിനെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ കോസ് എ സ്ക്വയർ -2ab പ്ലസ് ബി സ്ക്വയർ എന്ന് വരും, പ്ലസ് സൈൻ സ്ക്വയർ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ സൈൻ സ്ക്വയറും കോസ് സ്ക്വയറും കൂടി കൂട്ടി കഴിഞ്ഞാൽ 1 കിട്ടും അല്ലേ? 1 + 1 2i, അത് ഇവിടെ എഴുതിയിട്ടുണ്ട് 2. സോ -2 cos ഒമേഗ ടി പ്ലസ് 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ 2നെ നമുക്ക് ഈ രണ്ടിലും 2 ഉള്ളതുകൊണ്ട് 2 പുറത്തേക്ക് എടുക്കാം, 2 ഇവിടെ എടുത്ത് എഴുതാം. സോ 2vfi സ്ക്വയർ ഇൻറ്റു 1 - cos ഒമേഗ ടി എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് ഇതാണ് നമ്മുടെ W അല്ലേ? ഓക്കെ, ഇനി ഈ 1 - cos ഒമേഗ ടീനെ നമുക്ക് എന്ത് എഴുതാം? 2 sin സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അത് എഴുതാം. 2 × 2 4 വരും, സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് വരും, ഒമേഗ ടി ബൈ 2. ഓക്കെ, ബാക്കി വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. W ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു സൈൻ സ്ക്വയറിന്റെ ഗ്രാഫ് പോലെ ഇരിക്കും. സൈൻ സ്ക്വയറിന്റെ ഗ്രാഫ് നമുക്കറിയാം അല്ലേ? എങ്ങനെയാ സൈൻ സ്ക്വയറിന്റെ ഗ്രാഫ്? അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആവില്ല. സൈൻ തീറ്റ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആവും, പക്ഷെ സൈൻ സ്ക്വയർ എടുക്കുമ്പോൾ എപ്പോഴും അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കർവ് ആയിരിക്കും. അറിയാലോ സൈൻ സ്ക്വയറിന്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് അറിയാലോ. സോ നമ്മൾ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാം, ഈ ഡബ്ല്യുവിന്റെ ഗ്രാഫ് വരയ്ക്കാം. ആരൊക്കെ തമ്മിൽ? ഫോർ എ പർട്ടിക്കുലർ ഒമേഗ എഫ് ഐ 0 അല്ല എന്ന് വിചാരിക്കുക. ഒമേഗ എഫ് ഐ എന്ന് പറഞ്ഞ ഈ ക്വാണ്ടിറ്റി 0 അല്ല എന്ന് വിചാരിക്കുക. നോൺ സീറോ വാല്യൂ ഓഫ് ഒമേഗ എഫ് ഐ. യു ഡ്രോ ദ വേരിയേഷൻ ഓഫ് ഡബ്ല്യു വിത്ത് ടൈം ടി. ടി എന്ന് പറയുന്നത് ഇതാണ്, സൈൻ്റെ ഒരു ആർഗ്യുമെന്റ് ആണ്, സൈൻ സ്ക്വയറിന്റെ ആർഗ്യുമെന്റ് ആണ് ടി. ആർഗ്യുമെന്റിൽ വരുന്ന ഒരു ഫാക്ടറാണ് ടി. അപ്പോൾ നമ്മൾ ഈ ഡബ്ല്യുവും ടിയും തമ്മിൽ ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ടി 0 ഇടുക, എന്നിട്ട് ടി കൂട്ടി കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ 0 ആകുമ്പോൾ ഡബ്ല്യു 0 തന്നെ, പക്ഷെ ഇനി ടി കൂടുന്തോറും ഈ സൈൻ സ്ക്വയറിന്റെ വാല്യൂ സൈൻ സ്ക്വയർ വേരിയേഷൻ ആയിരിക്കും അല്ലേ? കുറേ കഴിഞ്ഞിട്ട് വീണ്ടും 0 ആവും. സൈൻ സ്ക്വയർ തീറ്റ വീണ്ടും അത് എക്സ് ആക്സിസിൽ വന്ന് മുട്ടും, വീണ്ടും മുകളിലേക്ക് പോകും, വീണ്ടും അങ്ങനെ. അപ്പോൾ ആ ഗ്രാഫാണ് ഇവിടെ
അപ്പൊ ഇതൊരു ആംപ്ലിറ്റ്യൂഡ് മാത്രമാണ്. ഈ ആദ്യത്തെ 4VFI² ωFI h² എന്ന് പറയുന്നത് ഈ സൈൻ സ്ക്വയർ വേരിയേഷന്റെ ആംപ്ലിറ്റ്യൂഡ് ആണിത്. ഈ സംഭവം മൊത്തം ആംപ്ലിറ്റ്യൂഡ് ആണ്. ഈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ഇതാണ്. തീറ്റ ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആംഗിൾ ωFI/T/2 ഈക്വൽ ടു അതായിരിക്കും ആംഗിൾ. ഓക്കെ, അതിൽ ടി ആണ് നമ്മൾ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യണത്. അപ്പൊ ആ ഗ്രാഫ് നമുക്ക് ഇതുപോലെ കിട്ടും. അതാണ് ഇവിടെ വരച്ചിട്ടുള്ള ഗ്രാഫ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഗ്രാഫ് തന്നെയാണ്. W ആണ് ഈ നമ്മുടെ ഇവിടെ y ആക്സിസിൽ, WI/2F, എക്സ് ആക്സിസിൽ ടൈം ടി. അപ്പൊ ഇതാണ് WFI വിത്ത് കണ്ടില്ലേ, ഗ്രാഫ് കണ്ടില്ലേ, ഇത് 0 ടൈം. പിന്നെ നമ്മൾ സൈൻ എപ്പോഴാണ് മാക്സിമം ആവുക? π/2. ഇവിടെ ഇതാണ് π/2 എന്ന് പറയുന്ന പോയിന്റ്. തീറ്റ π/2, അതായത് WT/2 എന്ന് പറയുന്നത് π/2 ആവുക. അപ്പൊ നമുക്ക് ഒരു പീക്ക് കിട്ടും. വീണ്ടും സൈൻ പൈയില് വീണ്ടും അത് 0 ആവും. പിന്നെ സൈൻ 3π/2 വീണ്ടും മാക്സിമം ആവും. സൈൻ 2π വീണ്ടും 0 ആവും. എന്തായാലും ഇത് പോസിറ്റീവ് ആയിരിക്കും. ഇത് കാണിക്കുന്നത് ഇതൊരു ഓസിലേഷൻ ആണ്, ഓസിലേറ്റിംഗ് പ്രോബബിലിറ്റി ആണ്. അതായത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വരുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയ ആ സംഭവമാണ്, 4VFI² ωFI². ഇത് ഒമേഗയാണ് കേട്ടോ, W അല്ല, ωFI² ആണ്. ഓക്കെ, അപ്പൊ ഇത് എന്താ കാണിക്കണേ? ഇത് കാണിക്കുന്നത് നമ്മളൊരു കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ ആക്ട് ചെയ്യുമ്പോൾ സിസ്റ്റം അത് ഒബേ ചെയ്യുമോ എന്നുള്ളതാണ്. സിസ്റ്റം അതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്നും ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോവോ എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഞാൻ നിങ്ങളെ ഉപദേശിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വൈസ് തന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ അഡ്വൈസ് നിങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയോ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്വൈസ് തന്നു എന്ന് വിചാരിക്കുക. അതൊരു പെർട്ടർബേഷൻ ആണ്, നിങ്ങളെ ഒരു ഡിസ്റ്റർബ് ചെയ്യലാണ് അല്ലെ. അതുകൊണ്ടാണ് പല ആളുകൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ഒക്കെ ആയിട്ട് തോന്നണം. ഉപദേശം കേൾക്കുമ്പോൾ അപ്പോൾ ഡിസ്റ്റർബൻസ് പോലെ തോന്നും അല്ലെ. പാരൻസോ നമ്മളെ ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലും ഉപദേശം തരുമ്പോൾ ഭയങ്കര ശല്യം പോലെയൊക്കെ ചിലപ്പോൾ തോന്നാം ചെറിയ പ്രായത്തിലൊക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അത് അനുസരിച്ചിട്ട് ഇനീഷ്യൽ നിങ്ങളുടെ ഓൾറെഡി ഉള്ള സ്റ്റേറ്റിൽ നിന്നും അങ്ങനെ ഒരു ബെറ്റർ സ്റ്റേറ്റിലേക്ക് പോവോ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന റിസൾട്ട് ഇതാണ്. അതിനുള്ള പ്രോബബിലിറ്റി ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് പോവാം, പോവാതിരിക്കാം. പീക്കാവുമ്പോൾ നിങ്ങൾ പോവാം, പോവാതിരിക്കാം. അപ്പൊ ആ പെർട്ടർബേഷൻ അനുസരിച്ച് സിസ്റ്റം ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോവാം, പോവാതിരിക്കാം. എപ്പോഴാണ് നമ്മളൊരു പെർട്ടർബേഷൻ അപ്ലൈ, ഞാൻ നിങ്ങളെ ഉപദേശിച്ചു, അത് കഴിഞ്ഞിട്ട് ഉപദേശം നിർത്തി, പിന്നെ ഉപദേശമില്ല. മനസ്സിലായില്ലേ? അതാണ് കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ. നമ്മളൊരു ഡിസ്റ്റർബൻസ് ആക്ട് ചെയ്തു, പിന്നെ ആ ഡിസ്റ്റർബൻസ് നിർത്തി. കുറച്ച് ടൈമിലേക്ക് മാത്രമാണ് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നുള്ളൂ. നമ്മളെ മുമ്പ് എഴുതിയ ഗ്രാഫ് പോലെ, ഇവിടെ കാണിച്ച ഗ്രാഫ് പോലെ ഇത്ര സമയം മാത്രമാണ് ഞാൻ ഉപദേശിക്കണത്, അല്ലെങ്കിൽ പെർട്ടർബേഷൻ ആക്ട് ചെയ്യണത്. അതിൽ മുമ്പ് ഉപദേശമില്ല, ഇത് കഴിഞ്ഞിട്ടും ഉപദേശമില്ല, അല്ലെങ്കിൽ പെർട്ടർബേഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് സിസ്റ്റം ഒരു ഫൈനൽ വേറൊരു സ്റ്റേറ്റിലേക്ക് പോവുക എന്നുള്ളത്, അതിനുള്ള പ്രോബബിലിറ്റി ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കൂടും കുറയും അങ്ങനെ. ക്ലിയർ ആയോ? ഐഡിയ ക്ലിയർ ആണോ? നമ്മൾ മഴ ചിലപ്പോൾ പറയില്ലേ, പോവാനും പോവാതിരിക്കാനും സാധ്യതയുണ്ട്. ഈ പീക്കാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഈ ടൈമിൽ പോവാൻ സാധ്യതയുണ്ട്, വേറൊരു ടൈമിൽ പോവാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ ഫ്രം ആൻ ഇനീഷ്യൽ സ്റ്റേറ്റ് ടു ഫൈനൽ സ്റ്റേറ്റ് ഓസിലേറ്റ്സ് ഇൻ ടൈം. അതാണ് ഐഡിയ. വിത്ത് എ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വൺ. അതായത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഇത്രയുള്ള ഒരു ഓസിലേറ്റിംഗ് പ്രോബബിലിറ്റി ആയിരിക്കും അപ്പം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ദ പ്രോബബിലിറ്റി ഓസിലേറ്റ്സ് ഇൻ ടൈം ബിറ്റ്വീൻ 0 ആൻഡ് മാക്സിമം ഇത് വിത്ത് എ പീരീഡ് ഓഫ്, ഇതിന്റെ പീരീഡ് എങ്ങനെ കിട്ടുക?
2π/ωFi. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഈ ഇവിടം തൊട്ട് ഇവിടം വരെ, അല്ലെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ, ഇതാണ് ഇതിന്റെ പീരീഡ്. അപ്പൊ നമ്മൾ ഇവിടെ 0 എന്നും ഇവിടെയാണെങ്കിൽ അപ്പൊ എത്രയായി? π/2 ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ആർഗ്യുമെന്റിനെ π/2 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇവിടെ π/2, ഇതും π/2 തന്നെയാണ്. എല്ലാ π/2ലും 0യിലേക്ക് വരും. അപ്പൊ അതാണ് അതിന്റെ പീരീഡ് π/2. ആംഗിള്, അതായത് സൈൻ സ്ക്വയറിന്റെ ആംഗിള് π/2 ആണ്. അപ്പൊ നമ്മൾ π/2 ഈക്വൽ ടു എന്ത് കൊടുത്താൽ മതി? π/2 ഈക്വൽ ടു ഇത് കൊടുക്കുക, ωt/2 എന്ന് കൊടുക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് t ഈക്വൽ ടു എന്ത് കിട്ടും? ഈ 2 അപ്പുറത്തേക്ക് പോവും. 2π അല്ല, സോറി, ഒരു മിനിറ്റ്, π/2 അല്ല, എത്രയാ വരിക? π/2 ഇതാണ്, പീക്കിലാണ് വരിക. 0 to π ആണ് വരിക ഇവിടെ പീരീഡ്, അല്ലേ? 0 to π, വീണ്ടും π to 2π. π/2 എന്ന് പറഞ്ഞാൽ ഇത്ര എത്തിയുള്ളൂ, ഈ പീക്കിലേക്കാണ് വരിക. അപ്പൊ പീരീഡ് എന്ന് പറയുന്നത് 0 to π ആണ്. അപ്പൊ π ആണ് ആർഗ്യുമെന്റ് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ωt/2 ഈക്വൽ ടു π എന്ന് ഇക്വേറ്റ് ചെയ്യുക. അതിൽ നമുക്ക് പീരീഡ് ഈക്വൽ ടു 2π/ω എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കണ്ടില്ലേ? പീരീഡ് ഈക്വൽ ടു 2π/ω. അപ്പൊ അത് വിച്ച് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ എനർജി ചേഞ്ച് EF മൈനസ് EI. അപ്പൊ ഈ ടൈം എന്ന് പറയുന്നത്, ഈ പീരീഡ് പ്രോബബിലിറ്റി ഓസിലേറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ωFIനെ ഡിപ്പെൻഡ് ചെയ്യും. ωFI മറ്റേത് 2π കോൺസ്റ്റന്റ് ആണ്, ഒമേഗനെ ഡിപ്പെൻഡ് ചെയ്യും. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? EF മൈനസ് EI ആണ്. ഓക്കെ, EF മൈനസ് EI ആണ്. അതായത് അല്ലെങ്കിൽ EF മൈനസ് EI എന്ന് പറയുന്നത് H ക്രോസ് ഒമേഗയാണ്, ബോർ ഫ്രീക്വൻസി H ക്രോസ് ഒമേഗ, വേർ ഒമേഗ ഈസ് ദ ഫ്രീക്വൻസി. അപ്പൊ അത് ഈ എനർജി EF മൈനസ് EIയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ ടോ. ഓക്കെ, അപ്പൊ ഇനി എപ്പോഴാണ് ഈ W മാക്സിമം ആവുക, മിനിമം ആവുക നോക്കാം. ഓക്കെ, അപ്പൊ ഇത് മാക്സിമം ആവണമെങ്കിൽ എന്താകണം? VFI ഈസ് സ്മോൾ. ഓക്കെ, പെർട്ടർബേഷൻ നമുക്ക് ഓൾറെഡി അപ്ലൈ ചെയ്തതാണ്, അത് വളരെ സ്മോൾ ആണെന്ന് നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പെർട്ടർബേഷൻ ലാർജ് ആവാൻ പാടില്ല, അതായത് സിസ്റ്റത്തിനെ ഫുള്ളി ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, ചെറുതായിട്ട് ഡിസ്റ്റർബ് ചെയ്യാനേ പാടുള്ളൂ. അതുകൊണ്ട് VFI ഓൾറെഡി ചെറുതായിരിക്കും. ഓക്കെ, അപ്പൊ VFI ചെറുതായതുകൊണ്ട് ഈ VFI സ്ക്വയർ എന്ന് പറയുന്നത് പിന്നെയും ചെറുതാവും. ഓക്കെ, അപ്പൊ ഈ മൊത്തം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇത് വലുതാവണമെങ്കിൽ എന്ത് വേണം? ഈ ആംപ്ലിറ്റ്യൂഡ് വളരെ വലുതാവണമെങ്കിൽ എന്ത് വേണം? ഈ ωFI ചെറുതാവണം. ωFI ചെറുതാവുമ്പോൾ മാത്രമാണ് ഇത് ഇനി വലുതാവുള്ളൂ. VFI ഓൾറെഡി ചെറുതാണ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ പെർട്ടർബേഷൻ ആണ്. ωFI H ക്രോസ് കോൺസ്റ്റന്റ് ആണ്. ωFI ചെറുതായാൽ മാത്രമാണ് ഇത് വലുതാവുള്ളൂ. ശരിയല്ലേ? സോ the probability is maximum when ωFI is very small compared with the VFI. ωFI, ഇനി ωFI എപ്പോഴാണ് സ്മോൾ ആവുക? ഈ രണ്ട് EFഉം EIയും വളരെ തൊട്ടടുത്ത സ്റ്റേറ്റുകളാവണം. അപ്പം മാത്രമാണ് ωFI വലുതാവുള്ളൂ, അല്ല സോറി, ചെറുതാവുള്ളൂ. EF മൈനസ് EI ഈക്വൽ ടു H ക്രോസ് ഒമേഗയാണ്. H ക്രോസ് ωFI. അപ്പൊ EFഉം ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും വളരെ ക്ലോസ് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ്സ് ആണെങ്കിലാണ് പ്രോബബിലിറ്റി മാക്സിമം ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്കതിന് ഇങ്ങനെ പറയാം, നമ്മളൊരു കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ ആക്ട് ചെയ്യുമ്പോൾ സിസ്റ്റം അതിന്റെ തൊട്ടടുത്ത ഒരു സ്റ്റേറ്റിലേക്ക് പോവുള്ളൂ, കുറെ അകലെയുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോവില്ല. ഓക്കെ, അതായത് ഞാൻ നിങ്ങളെ കുറച്ച് നേരത്തേക്ക് ഉപദേശിച്ചു, പിന്നെ നിർത്തി.
പിന്നെ ഉപദേശം ഇല്ല. അങ്ങനെയുള്ള ഇതിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവുള്ളൂ, വലിയ ചേഞ്ച് ഉണ്ടാവില്ല. വലിയ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ എന്താ വേണ്ടതെന്നുള്ളത് വേറെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് സ്ഥിരം ഉപദേശിക്കണോ കണ്ടിന്യൂസ് ആയിട്ട് ഉപദേശിക്കണോ എന്നുള്ളത് വേറെ കേസ് വരും. അപ്പൊ ഒരു കോൺസ്റ്റന്റ് പെർട്ടർബേഷൻ കുറച്ച് നേരത്തേക്ക് ആക്ട് ചെയ്താൽ ആ സിസ്റ്റത്തിന് സംഭവിക്കുക തൊട്ടടുത്തേ ഒരു സ്റ്റേറ്റിലേക്ക് EIEF വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി ആണ് അതിനുള്ളൂ. മനസ്സിലാവുണ്ടോ? ക്ലിയർ ആണോ ഐഡിയ? ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു സെഷനും കൂടി എടുക്കാം കേട്ടോ. ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ വൈകി, അപ്പോൾ ഒരു സെഷനും കൂടെ എടുക്കാം ഇപ്പൊ തന്നെ. ഓക്കെ, സോ ഇനി നമ്മളൊരു പർട്ടിക്കുലർ ടൈം T, ഇതിന്റെ വേരിയേഷൻ is shown in figure 1.4. so this is 1.5. നമ്മൾ നേരത്തെ കാണിച്ച ഫിഗർ തന്നെയാണത്. അല്ല, ഇത് 1.5 ആണ്. നേരത്തെ കാണിച്ച ഫിഗർ 1.4 അല്ലേ? ഇതാണ് 1.4. ഓക്കെ, സോ വെൻ അപ്പൊ ഈ വേരിയേഷൻ ഈ ഫിഗറിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്, അതാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ ഫിഗർ ഡബ്ല്യുവും ഒമേഗ എഫ് ഐയും. അപ്പൊ ഇത് തെറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 1.5 ആക്കണം ഇത് കേട്ടോ, 1.5 ആക്കാം. സോ ഫോർ എ പർട്ടിക്കുലർ ടൈം T, ഒരു ദ ഗ്രാഫ് ബിറ്റ്വീൻ W ആൻഡ് ഒമേഗ. ഇതിൽ നമ്മൾ വേറെ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത് ഡബ്ല്യുവും ഒമേഗയും തമ്മിൽ. നേരത്തെ നമ്മൾ ഡബ്ല്യുവും ടിയും തമ്മിൽ ഗ്രാഫ് വരച്ചത്, അതാണ് സൈൻ സ്ക്വയറിന്റെ ഗ്രാഫ്. ഇനി ഡബ്ല്യുവും ഒമേഗയും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഓക്കെ, അതിൽ നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒമേഗ എഫ് ഐ വളരെ ചെറുതാണെന്ന് വിചാരിക്കാം. നമ്മൾ ഓൾറെഡി ഇപ്പം നമുക്ക് കിട്ടിയ റിസൾട്ട് അത് തന്നെയാണ്, ഒമേഗ എഫ് ഐ ഈസ് വെരി സ്മോൾ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഒമേഗ എഫ് ഐ 0 ആണെന്ന് വിചാരിക്കുക. 0 അല്ല, നിയർ ടു 0 എന്ന് വിചാരിക്കുക, വെരി സ്മോൾ. സോ വെൻ തീറ്റ ഈസ് വെരി സ്മോൾ, സൈൻ തീറ്റ ഈസ് തീറ്റ. അറിയാലോ, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0, സൈൻ തീറ്റ ഈസ് തീറ്റ. അപ്പൊ നമ്മൾ സൈൻ ഒമേഗ T/2 പകരം ഒമേഗ T/2 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് W എന്ത് കിട്ടും? W ഈക്വൽ ടു VFI സ്ക്വയർ T സ്ക്വയർ ബൈ H ക്രോസ് സ്ക്വയർ എന്ന് കിട്ടും. ഇതൊക്കെ ബാക്കി അങ്ങോട്ടൊക്കെ വെട്ടിപ്പോവും. ഓക്കെ, VFI സ്ക്വയർ T സ്ക്വയർ ബൈ H ക്രോസ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ അതില് അപ്പൊ അത് കാണിക്കണം എന്താണ്? ഈ ഒമേഗ 0 ആയിട്ടുള്ള സ്ഥലത്ത് W എന്ന് പറയുന്നത് ഇതായിരിക്കും, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇതായിരിക്കും, വലിയൊരു ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അപ്പൊ ആ ഗ്രാഫ് ഇത് ഇങ്ങനെ ഇരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ VFI സ്ക്വയർ T സ്ക്വയർ ബൈ H ക്രോസ് സ്ക്വയർ ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു പീക്ക് കിട്ടും. അപ്പൊ സോ ദ ഗ്രാഫ് ബിറ്റ്വീൻ W along the y axis and omega along the x axis. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ഒരു പീക്ക് കിട്ടാണ്ടില്ലേ? ഇതാണ് ഒമേഗ എഫ് ഐ 0 ആവുന്ന റീജിയൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് ഒമേഗ എഫ് ഐ 0 ആവുക. 0ന്റെ അറൗണ്ട് ഉള്ള ഏരിയ ഇതാണ്. അപ്പൊ അവിടെ നമുക്കൊരു പീക്ക് കിട്ടും വിത്ത് ദിസ് മച്ച് ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ബാക്കിയുള്ള സ്ഥലത്തുള്ള ആംപ്ലിറ്റ്യൂഡ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതായി ചെറുതായി വരണ കാണാം രണ്ട് സൈഡിലും. സോ ദിസ് ഇസ് ദ വേരിയേഷൻ ഓഫ് W ട്രാൻസിഷൻ പ്രോബബിലിറ്റി വിത്ത് ബോർ ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ ഇവിടെ 1.5 എന്ന് നോക്കുക ഇവിടെ കേട്ടാ. ഇത് ഫിഗർ 1.5 ആണ്. സോ ഫ്രം ദിസ് ഫിഗർ വാട്ട് ഈസ് ദ ഐഡിയ? From figure 1.5, it is clear that it is evident that probability W is appreciable only for a range of values of omega that lies between a bandwidth of minus pi by t and pi by t around the origin WFI equal to 0. അതായത് ഇതിന്റെ നിങ്ങൾ ഇലക്ട്രോണിക്സിലൊക്കെ നിങ്ങൾ ഒരു ഇത് വരയ്ക്കില്ലേ, എന്താ പറയാ, ഇതിന്റെ എന്താ പറയാ, ബാൻഡ് വിഡ്ത്താ 0.707 എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വരയ്ക്കില്ലേ ബാൻഡ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ ഈ റേഞ്ച് ഇവിടം തൊട്ട് ഇവിടം വരെ മാത്രമാണ് ഈ 2 പോയിന്റ് ഇട്ടില്ലേ, അവിടെ മാത്രമാണ് ഇത് ഈ പ്രോബബിലിറ്റി അപ്രീഷ്യബിൾ ആയിട്ടുള്ളൂ. അതിന്റെ അപ്പുറമൊക്കെ നിങ്ങൾക്കുള്ള പ്രോബബിലിറ്റി നെഗ്ലക്ട് ചെയ്യാം.
ഓക്കെ, അപ്പൊ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ് പീക്ക് മാക്സിമം വരുന്നത് എവിടെയാ? ഇവിടെ ഇത് എപ്പോഴാണ് മാക്സിമം ആവുക? ഒമേഗ എഫ് ഐ ഈക്വൽ ടു 0, 0-ലാണ് ഇത് മാക്സിമം ആവണത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് π/2 ആയിരിക്കും. ഇതും അതെ പൈ ആയിരിക്കും അല്ലേ? ഇതും പൈ, ഇതും പൈ. അപ്പൊ അത് നമ്മൾ ഇതായിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഒമേഗ എഫ് ഐ അല്ല, ഇത് π/2 ആയിരിക്കും. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ π/2 ആവും. π/2 ആണോ പൈ ആണോ? 0 വരുന്നത് എവിടെയാന്ന് നോക്കൂ. ഈ ഇക്വേഷനിൽ മുമ്പത്തെ പോലെ തന്നെ ഇത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് ഇത്